നമസ്കാരം, ജീവൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നടൻ ശ്രീനിവാസൻ ഓർമ്മയായി സംസ്കാരം വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തി. മക്കളായ വിനീതും ധ്യാനും ചിതയ്ക്ക് തീ കൊളുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കളത്തിലിറങ്ങാൻ UDF. മണ്ഡലങ്ങളെ 3ആയി തിരിക്കും. UDF യോഗം നാളെ. സീറ്റ് വിഭജനം ചർച്ചയാകും. വാളയാർ ആൾക്കൂട്ട കൊലപാതകം മർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കെന്ന പോലീസ് നിഗമനം. പങ്കാളികളായത് 15ഓളം പേർ, 5 പേർ അറസ്റ്റിൽ. ഗാസ വെടിനിർത്തൽ 2ാം ഘട്ടം. ഹമാസ് നേതൃത്വവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടങ്ങി. സുരക്ഷാ മേധാവികളുടെ അടിയന്തര യോഗം വിളിച്ച ഇസ്രായേൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചെൽസിയെ സമനിലയിൽ കുരുക്കി ന്യൂകാസിൽ യുണൈറ്റഡ്. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. വാർത്തകൾ വിശദമായി. മലയാളത്തിന്റെ അതുല്യ കലാകാരൻ ശ്രീനിവാസൻ ഓർമ്മയായി. തൃപ്പൂണിത്തറ കണ്ടനാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാകട്ടെ എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മകൻ വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ണുകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരട്ടി ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്തു. പാലക്കാട് വാളയാറിൽ അതിഥി തൊഴിലാളി ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ സ്ത്രീകൾക്കും പങ്കെന്ന പോലീസ് നിഗമനം. അന്വേഷണം ഏറ്റെടുത്ത ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘം ഇക്കാര്യം പരിശോധിക്കും. ആക്രമണത്തിൽ 15ഓളം പേർ പങ്കാളികളായെന്നും ഇതിൽ ചിലർ നാടുവിട്ടെന്നുമാണ് പോലീസ് കരുതുന്നത്. വാളയാർ അട്ടപ്പളത്ത് മരിച്ച അതിഥി തൊഴിലാളി നേരിട്ടത് മണിക്കൂറുകൾ നീണ്ട കൊടും ക്രൂരതയാണ്. രാംനാരായണന്റെ ശരീരത്തിലസകലം മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു. മോഷ്ടാവാണെന്ന് സംശയിച്ചാണ് ആൾക്കൂട്ടം രാംനാരായണനെ മർദ്ദിച്ചത്. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും വാളയാർ പോലീസ് അറിയിച്ചു. ബുധനാഴ്ച 3 മണിക്കാണ് സംഭവം. കഞ്ചിങ്കോട് കിൻഫ്രയിൽ ജോലി തേടിയാണ് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ ഒരാഴ്ച മുമ്പ് പാലക്കാട് എത്തുന്നത്. പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ വഴിതെറ്റി വാളയാറിലെ അട്ടപ്പളത്തെത്തി. 3 വർഷം മുൻപേ ഭാര്യ ഉപേക്ഷിച്ചു പോയതോടെ ചില മാനസിക പ്രശ്നങ്ങൾ രാംനാരായണന് ഉണ്ടായിരുന്നു. അട്ടപ്പളത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാംനാരായണനെ ആദ്യം പ്രദേശത്ത് കാണുന്നത്. തുടർന്ന് സമീപത്തെ യുവാക്കളെ വിവരമറിയിച്ചു. പിന്നീട് പ്രദേശവാസികൾ സംഘം ചേർന്ന് രാംനാരായണനെ തടഞ്ഞുവെച്ച് കള്ളനെന്നാരോപിച്ച് മർദ്ദിച്ചു. പുറം മുഴുവൻ മടികൊണ്ടടിച്ച പാടുകളുണ്ടായിരുന്നു. കഴുത്തിനും കൈക്കും ഇടുപ്പിനും പരിക്കുണ്ട്. അവശനിലയിലായ രാംനാരായണനെ പോലീസ് എത്തി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരിച്ചു. കണ്ടപ്പോൾ കള്ളനെന്ന് തോന്നിയെന്നാണ് നാട്ടുകാരുടെ മറുപടി. എന്നാൽ രാംനാരായണൻ പാലക്കാട് എത്തിയത് ജോലി തേടിയാണെന്ന് കുടുംബം അറിയിച്ചു. നാട്ടുകാരായ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജീവൻ. ഗാസ വെടിനിർത്തൽ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതൃത്വവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടങ്ങി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ മേധാവികളുടെ അടിയന്തര യോഗം വിളിച്ചു. ഗാസ വെടിനിർത്തൽ 2ാം ഘട്ടവുമായി ബന്ധപ്പെട്ട് ഖലീൽ അൽഹയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം തുർക്കി ഇന്റലിജൻസ് മേധാവിയുമായി വിശദമായ ചർച്ച നടത്തി. വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടുകൾ ഹമാസ് സംഘം മധ്യസ്ഥ രാജ്യമായ തുർക്കിക്ക് കൈമാറിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേലിൽ സുരക്ഷാ മേധാവികളുടെ പ്രത്യേക യോഗം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചു ചേർത്തു. ഹമാസിന്റെ നിരായുധീകരണം ഉടൻ നടപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് യോഗം ചർച്ച ചെയ്തതെന്നാണ് റിപ്പോർട്ട്. ഗാസ വെടിനിർത്തൽ 2ാം ഘട്ട ചർച്ചയ്ക്ക് മുന്നോടിയായി US പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് അമേരിക്കയിലെ മിയാമിയിൽ മധ്യസ്ഥ രാജ്യങ്ങളുമായി പ്രാരംഭ ചർച്ച നടത്തി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽതാനി, തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ, ഈജിപ്ത് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലത്തി എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ചകൾക്കിടയിലും ഗാസയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം തുടർന്നു. ഗാസ സിറ്റിയിലെ തുഫയിൽ ഇസ്രയേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ 6 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. വെടിനിർത്തൽ വേളയിലും ഗാസയിൽ പട്ടിണി പിടിമുറുക്കുന്നതായി UN ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി.
ഗാസയിലെ ജനങ്ങൾക്ക് മതിയായ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. മരുന്നും ഉപകരണങ്ങളും ഇല്ലാത്തതുമൂലം ഗാസയിലെ ആശുപത്രികൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് കൂട്ടായ്മയും അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ഈ മാസം ആദ്യം സിറിയയിൽ അമേരിക്കൻ സേനയ്ക്ക് നേരെയുണ്ടായ മാരകമായ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇസ്ലാമിക് സ്റ്റേറ്റിന് ലക്ഷ്യമിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സൈനിക നീക്കം. ഐസിസ് കേന്ദ്രങ്ങളെ അമേരിക്ക ശക്തമായി പ്രഹരിക്കുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ദൌത്യം വെള്ളിയാഴ്ചയാണ് ആരംഭിച്ചത്. ഐസിസ് ഭീകരരെ ഉന്മൂലനം ചെയ്യാനും അവരുടെ ആയുധപ്പുരകളും പ്രവർത്തന കേന്ദ്രങ്ങളും തകർക്കാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഡിസംബർ 13 സിറിയയിലെ പാൽമിറയിലുണ്ടായ ക്രൂരമായ ആക്രമണത്തിനുള്ള നേരിട്ടുള്ള പ്രതികരണമാണ് സൈനിക നടപടിയെന്ന് US അധികൃതർ വ്യക്തമാക്കി. പാൽമിറയിലെ ആക്രമണത്തിൽ 3 അമേരിക്കൻ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ഭൗതിക ശരീരം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ എത്തിക്കുകയും ഔദ്യോഗിക ബഹുമതികളോടെ ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. വർഷങ്ങളായി സംഘർഷം നിലനിൽക്കുന്ന സിറിയയിൽ നിന്ന് ഐസിസിനെ പൂർണ്ണമായും തുടച്ചു നീക്കിയാൽ അവിടുത്തെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി ഉണ്ടാകുമെന്ന് ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. നിലവിലെ തുടച്ചു നീക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ അവർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ജനതയെ സംരക്ഷിക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ രാജ്യം ഒട്ടും പിന്നോട്ടില്ലെന്ന് അമേരിക്കൻ യുദ്ധകാര്യ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞു. അമേരിക്കക്കാരെ ലക്ഷ്യം വെക്കുന്നവർ ആരായാലും അവരെ വേട്ടയാടുമെന്നും ഓപ്പറേഷന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നിരവധി ഐസിസ് ഭീകരരെ വധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കൻ സേനയ്ക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തിനും അടിയന്തരവും ശക്തവുമായ മറുപടി നൽകുമെന്ന ഉറച്ച നിലപാടിലാണ് അമേരിക്ക. ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് സൂചന. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ശൈത്യതരംഗം പോലെ കൊടും തണുപ്പ് ആഞ്ഞു വീശിയതോടെ മൂടൽമഞ്ഞിൽ മുങ്ങി രാജ്യതലസ്ഥാനം. പകൽ സമയം മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. താപനില ശരാശരി 16.9 ഡിഗ്രിയായി കുറഞ്ഞു. ഡൽഹി വിമാനത്താവളത്തിലെ വിമാന സർവീസുകളെയും പ്രതിസന്ധി ബാധിച്ചു. ഡൽഹിയിലേക്കുള്ള 66 വിമാനങ്ങളെയും ഡൽഹിയിൽ നിന്നുള്ള 63 വിമാനങ്ങളെയും മൂടൽമഞ്ഞ് ബാധിച്ചു. മൂടൽമഞ്ഞിന്റെ സ്വാധീനം മൂലം കാഴ്ചാപരിധി കുറഞ്ഞതാണ് പ്രതിസന്ധിയായത്. സഫ്ദർജംഗിൽ കാഴ്ചാപരിധി 200 മീറ്ററും പാലത്തിൽ 350 മീറ്ററും ആയി. ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം കൂടുതൽ മോശമായി. വൈകുന്നേരം 4 മണിക്ക് 398 സൂചികയിൽ രേഖപ്പെടുത്തിയത്. വൈകുന്നേരം 5 മണിയോടെ വായു ഗുണനിലവാര സൂചിക 401 വാഹനങ്ങൾ, വ്യവസായശാലകൾ, തുറസായ സ്ഥലങ്ങളിൽ മാലിന്യം കത്തിക്കുന്നതുമാണ് അന്തരീക്ഷം കൂടുതൽ മലീമസമാക്കുന്നത്. നാഷണൽ ഡെസ്ക് ജീവൻ. തൊഴിലുറപ്പ് പദ്ധതിയിൽ മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനൊരുങ്ങി പ്രതിപക്ഷം. തിങ്കളാഴ്ച മുതലാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ ഉൾപ്പെടെ സമരം തുടങ്ങുന്നത്. കേരളത്തിൽ ശക്തമായ സമരത്തിനാണ് UDF നീക്കം. ഭേദഗതി ബിൽ രാജ്യസഭയും ലോക്സഭയും പാസാക്കിയതിനാൽ രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിയമമാകും. വിഭജി രാംജി ബില്ലിനെതിരെ കോൺഗ്രസ്, CPM, CPI പാർട്ടികൾ 22-ന് സമരം ചെയ്യും. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ജന്തർ മന്ദറിൽ ആദ്യ സമരത്തിനാണ് ശ്രമം. സമരത്തിന് ഡൽഹി പോലീസ് ആദ്യഘട്ടത്തിൽ അനുമതി നിഷേധിച്ചെങ്കിലും വരും ദിവസങ്ങളിൽ നിയന്ത്രണത്തോടെ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. 27-ന് ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ ഭാവി സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും. തൊഴിലുറപ്പ് പദ്ധതിക്ക് കരട് തയ്യാറാക്കിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജീൻ ബ്രീസ് ഉൾപ്പെടെയുള്ളവർ 22-ലെ സമരത്തിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ജീവൻ. കാലിഫോർണിയയിലെ സാൻ കാർലോസ് നഗരത്തിലെ മേയറായി ഇന്ത്യൻ വംശജ പ്രണിത വെങ്കടേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. നഗരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർമാരിൽ ഒരാൾ കൂടിയാണ് പ്രണിത. ഫിജിയിൽ ജനിച്ച ഇന്ത്യൻ വംശജയായ അമേരിക്കൻ കമ്മ്യൂണിറ്റി നേതാവാണ് പ്രണിത. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനായ സൗഹാനി മംധാനി നേടിയ ചരിത്ര വിജയം ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ വംശജയായ പ്രണിത വെങ്കിടേഷിന്റെ വിജയം. സിറ്റി കൌൺസിലിന്റെ ഏകകണ്ഠമായ വോട്ടോടെ ഡിസംബർ 8-നാണ് പ്രണിത നഗരത്തിലെ മേയറായി ചുമതലയേറ്റത്. സാൻ കാർലോസിനായുള്ള പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്നും പൊതുസുരക്ഷ, ശിശുസംരക്ഷണം, സാമ്പത്തിക സ്ഥിരത, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയാണ് നാടിനായി വാഗ്ദാനം ചെയ്യുന്നതെന്നും പ്രണിത പറഞ്ഞു. മാതാപിതാക്കൾ ഇന്ത്യക്കാരാണെങ്കിലും പ്രണിതയുടെ ജന്മസ്ഥലം ഫിജിയിലാണ്.
അവിടെ നിന്ന് 4-ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് താമസം മാറിയ പ്രണിത കാലിഫോർണിയയിലാണ് വളർന്നത്. ബിരുദവും ശിശുവികസനത്തിലും ക്ലിനിക്കൽ സൈക്കോളജിയിലും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പൊതുസേവന രംഗത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ഈസ്റ്റ് പോളോ ആൾട്ടോയിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റായും ജോലി ചെയ്തിട്ടുണ്ട്. 2022-ൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയോടെയാണ് ആദ്യമായി സാൻ കാർലോസ് സിറ്റി കൌൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് ജീവൻ. ബംഗ്ലാദേശിലെ സ്ഥിതിയിൽ കരുതലോടെ നീങ്ങാൻ ഇന്ത്യ. ബംഗ്ലാദേശ് അതിർത്തികളിൽ ജാഗ്രത തുടരുകയാണ്. വിദ്യാർത്ഥി നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം അനാവശ്യമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്ന ബംഗ്ലാദേശിൽ വീണ്ടും അശാന്തി പുകയുകയാണ്. ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ ജൻസി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ഇൻകുലാബ് മഞ്ചിന്റെ വക്താവ് ഉസ്മാൻ ഹാദിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ നൂറുകണക്കിന് ആളുകൾ തെരുവിൽ അക്രമം അഴിച്ചുവിട്ടു. കടുത്ത ഇന്ത്യ വിരുദ്ധനും നിലവിലെ ഭരണാധികാരി മുഹമ്മദ് യൂനസിന്റെ ബലം കൈയുമായിരുന്ന ഹാദിയെ കഴിഞ്ഞ വെള്ളിയാഴ്ച ധാക്കയിൽ വെച്ചാണ് മുഖംമൂടിധാരികൾ വെടിവെച്ചത്. ഗുരുതരാവസ്ഥയിലായ ഹാദിയെ വിദഗ്ധ ചികിത്സയ്ക്കായി സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹാദിക്ക് നേരെ വെടിവെച്ച 2 പേർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് കടന്നുവെന്ന് ബംഗ്ലാദേശ് പോലീസ് പറഞ്ഞതോടെയാണ് പ്രതിഷേധങ്ങളിൽ ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയരാൻ തുടങ്ങിയത്. ഇന്ത്യൻ ആക്രമികളെ പിടികൂടണം, കൈമാറണം എന്നെല്ലാമാണ് പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെടുന്നത്. ഇന്ത്യ അനുകൂല നിലപാടെടുക്കുന്നുവെന്നാരോപിച്ച് 2 പത്രങ്ങളുടെ ഓഫീസിന് കലാപകാരികൾ തീയിട്ടു. ഇതോടെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുകൾക്ക് സുരക്ഷ ശക്തമാക്കി. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ അക്രമം ഇടയാക്കുമെന്ന ആശങ്ക ബംഗ്ലാദേശിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ജീവൻ. കൊച്ചിയിൽ ഗർഭിണിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച SHO പ്രതാപചന്ദ്രനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മർദ്ദനമേറ്റ ഷൈമോളും ഭർത്താവ് ബെൻജോയും മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 17-ന് എറണാകുളം CJM കോടതി പരിഗണിക്കും. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ SHO ആയിരിക്കെ ഗർഭിണിയായ സ്ത്രീയെ മർദ്ദിച്ച സംഭവത്തിൽ നിലവിൽ അരൂർ SHO ആയ CI പ്രതാപചന്ദ്രനെ കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ദക്ഷിണ മേഖല IG ശ്യാം സുന്ദറാണ് പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നടപടിയെടുത്തത്. 2024-ൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ പ്രതാപചന്ദ്രനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തുടർന്നാണ് പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. പ്രതാപചന്ദ്രൻ ഗർഭിണിയുടെ മുഖത്തടിക്കുന്നതും നെഞ്ചത്ത് പിടിച്ച് തള്ളുന്നതുമായ CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 2024 ജൂണിൽ നടന്ന സംഭവത്തിൽ 1 വർഷത്തിലേറെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് പരാതിക്കാരിക്ക് ദൃശ്യങ്ങൾ ലഭിച്ചത്. 2024 ജൂൺ 20-ന് രാത്രി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനുള്ളിലെ CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ പ്രതാപചന്ദ്രൻ ഷൈമോളെ മർദ്ദിക്കുന്നത് വ്യക്തമാണ്. SHO പ്രതാപചന്ദ്രൻ ആദ്യം ഷൈമോളെ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയും പിന്നീട് മുഖത്തടിക്കുകയും ചെയ്തു. എന്നാൽ ഷൈമോൾ കുഞ്ഞുങ്ങളുമായി വന്ന സ്റ്റേഷനു മുന്നിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നും കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ നോക്കിയെന്നും അപ്പോഴാണ് പ്രതികരിച്ചതെന്നുമാണ് പ്രതാപചന്ദ്രൻ പറയുന്നത്. പ്രതാപചന്ദ്രൻ പോലീസ് സേനയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് ആരോപണം. എറണാകുളം നോർത്ത് പാലത്തിനടിയിൽ ഉച്ചവിശ്രമത്തിനിടെ പ്രതാപചന്ദ്രൻ മുഖത്തടിച്ചെന്നും കള്ളക്കേസെടുത്തെന്നുമുള്ള സ്വിഗ്ഗി ജീവനക്കാരന്റെ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. പോലീസ് സ്റ്റേഷനിൽ മോശം പെരുമാറ്റം നേരിട്ടെന്ന് ആരോപിച്ച് ഇയാൾക്കെതിരെ നിയമവിദ്യാർത്ഥിനിയും രംഗത്ത് വന്നു. പ്രതാപചന്ദ്രൻ 2023-ൽ മർദ്ദിച്ചെന്നും മൊബൈൽ ഫോൺ തല്ലിപ്പൊട്ടിച്ചെന്നുമായിരുന്നു പാലക്കാട് സ്വദേശിനിയുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് ജീവൻ. ജീവൻ ടിവിയുടെ സഹകരണത്തോടെ തിരുവനന്തപുരം ലുലു മാൾ ഓപ്പൺ അരീനയിൽ യുഫോറിയ 2025 സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. വേറിട്ട സംഗീതാനുഭവമാണ് ഈ വർഷത്തെ യുഫോറിയ സമ്മാനിച്ചത്. കേരളത്തിലെ സംഗീത പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന യൂഫോറിയ 2025 സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. തിരുവനന്തപുരം ലുലു മാൾ ഓപ്പൺ അരീനയിലാണ് സംഗീതോത്സവം അരങ്ങേറിയത്. ഇന്ത്യയിലെ പ്രമുഖ ബാൻഡുകളുടെ പങ്കാളിത്തത്തോടെ വേറിട്ട സംഗീതാനുഭവമാണ് യൂഫോറിയ 2025 സമ്മാനിച്ചത്. പരിപാടിയെക്കുറിച്ച് ഇഹം കാവ്യം ബാൻഡിലെ കാവ്യ അജിത്തും പ്രഷ്യസ് പീറ്ററും ജീവൻ ന്യൂസിനോട് പ്രതികരിച്ചു.
ഞങ്ങള് ഇപ്പോ യൂഫോറിയ എന്ന് പറഞ്ഞ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ബാക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ്. ദിസ് ഇവന്റ് ഇസ് ഓർഗനൈസ്ഡ് ബൈ ബിയോണ്ട് സീൽ ആൻഡ് ഫൈനോറ. രണ്ടുപേരും കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ഇവന്റ് ആണ്. ആൻഡ് ഞങ്ങളുടെ ആക്ടിന്റെ പേര് ഇസ് ഇഹം കാവ്യം എക്സ്പീരിയൻസ്. ഇറ്റ്സ് എ കണ്ടംപററി സൗത്ത് ഇന്ത്യൻ പോപ്പ്. ഞങ്ങളുടെ ഇത് ഫസ്റ്റ് ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് ആണ്. സോ വി ആർ റിയലി എക്സൈറ്റഡ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു പെർഫോമിംഗ് ഫോർ ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഹിം കാം പ്രൊജക്ടിന്റെ പാർട്ട്ണറാണ്. അപ്പോൾ വളരെ സന്തോഷം ഇന്നിവിടെ പെർഫോം ചെയ്യാൻ പറ്റിയത്, പ്രത്യേകിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ഫെസ്റ്റ് കൂടെ ആയതുകൊണ്ട്. അപ്പോൾ വെരി ലുക്കിംഗ് ഫോർവേഡ്. താങ്ക് യു. ഈ വർഷത്തെ മുഖ്യ ആകർഷണമായി എത്തിയത് അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ഇന്ത്യൻ ഫോക്ക് മെറ്റൽ ബാൻഡ് ബ്ലഡിവുഡ് ആണ്. കൂടാതെ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ ഇന്ത്യൻ സംഗീത ലോകത്തെ പ്രതിനിധീകരിക്കുന്ന ബോളിവുഡ്, അവിയൽ, അയോഗ്യ, ജാനു, കൃഷ്ണ, ഇഹം കാവ്യം എന്നീ പ്രശസ്ത 6 ബാൻഡുകളും വേദി പങ്കിട്ടു. ന്യൂസ് ഡെസ്ക് ജീവൻ. മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷന്റെ പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവലും നിക്ഷേപ സംഗമവും ജനുവരി 1-2 തീയതികളിൽ കൊച്ചിയിലെ ഹോട്ടൽ ക്രൗൺ പ്ലാസയിൽ നടക്കും. ചടങ്ങിൽ 16 ഗ്ലോബൽ മലയാളികളെ ഗ്ലോബൽ മലയാള രത്ന അവാർഡ് നൽകി ആദരിക്കും. ജനുവരി 1 വൈകിട്ട് 6 ആഗോള പ്രതിനിധികളുടെ പുതുവത്സരാഘോഷമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനുവരി 2 പ്രഥമ ഗ്ലോബൽ മലയാളി വ്യാപാര നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ വിദേശ ബിസിനസ് പ്രതിനിധികൾക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ ഡയറക്ടറും MD-യുമായ അബ്ദുള്ള മഞ്ചേരി പറഞ്ഞു. ഫെസ്റ്റിവൽ ജനുവരി 1-2 തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വയനാട് AI ഡാറ്റാ സെന്റർ പാർക്കിന്റെ പ്രഖ്യാപനം അതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ്. പ്രഥമ ഗ്ലോബൽ മലയാളി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് മീറ്റും ഗ്ലോബൽ മലയാളി രത്ന പുരസ്കാരവും വിതരണം ചെയ്യപ്പെടുന്നതാണ്. മലയാളി ഫെസ്റ്റിവൽ ഫെഡറേഷൻ എന്ന NGO രജിസ്ട്രേഷനോടുകൂടി പ്രവർത്തിക്കുന്ന ലാഭേച്ഛയില്ലാത്ത ഇന്ത്യൻ കമ്പനി ജനുവരി 1-2 തീയതികളിൽ കൊച്ചി ക്രൗൺ പ്ലാസ ഹോട്ടലിൽ പ്രഥമ ഗ്ലോബൽ മലയാളി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നു. ഫെസ്റ്റിവലിലേക്ക് എല്ലാ മലയാളികൾക്കും പ്രവേശനം ഉണ്ടായിരിക്കും. വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ 16 ഗ്ലോബൽ മലയാളികളെ ഗ്ലോബൽ മലയാള രത്ന അവാർഡ് നൽകി ആദരിക്കും. ചടങ്ങിൽ വയനാട് AIN ഡാറ്റാ സെന്റർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും. മാനന്തവാടിയിൽ പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയായാണ് AI പാർക്ക് വിഭാവനം ചെയ്യുന്നത്. AI ഇന്നവേഷൻ, ഡെവലപ്മെന്റ്, പരിശീലന സൌകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പാർക്ക്. ആദ്യഘട്ടത്തിൽ 50 ഏക്കറിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതി പിന്നീട് 200 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കും. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് തന്നെ ഒരു ഇക്വലൈസർ എന്ന് തന്നെ വിളിക്കാവുന്ന 20 ട്രില്യണിലേക്കൊക്കെ കുതിച്ചു ചാടാവുന്ന സാധ്യതയുള്ള AI-നെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നാം രൂപവൽക്കരണം ചെയ്തിട്ടുള്ള ആ ഒരു പ്രോജക്റ്റ് തുടക്കത്തിൽ ഫസ്റ്റ് ഫേസ് നമ്മളൊരു 50 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്യാനും ആൻഡ് സെക്കൻഡ് ഫേസ് 100 ഏക്കർ, തേർഡ് ഫേസ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് 200 ഏക്കർ സ്ഥലത്ത് AI ഡാറ്റാ സെൻറ്ററും കമ്പ്യൂട്ടിങ്ങും അതുപോലെ തന്നെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയോടും കൂടിയിട്ടുള്ള ഡാറ്റാ സെൻറ്റർ, അതോടൊപ്പം AI ട്രെയിനിങ് സെൻറ്റർ, പിന്നെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പേസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ലിവിങ് ഏരിയകൾ ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചതായും സർക്കാർ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതായും അബ്ദുള്ള മഞ്ചേരി പറഞ്ഞു. ഭാരവാഹികളായ പ്രിയ എബ്രഹാം, ഹരിദാസ്, സൈമൺ, സാമുവൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. JVK മോട്ടോഴ്സ് ഷോറൂം വൈറ്റിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ബഹ്റൈൻ ആസ്ഥാനമായ VKL ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ഔദ്യോഗിക പ്രവേശനമാണ് വൈറ്റ്ലയിലെ ഷോറൂം. പരിസ്ഥിതി സൌഹൃദ ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആധുനിക ഇലക്ട്രിക് വാഹനങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഷോറൂമിലുള്ളത്. ഇന്ത്യയിൽ നവീനവും സുസ്ഥിരവുമായ ഗതാഗത പരിഹാരങ്ങൾ അവതരിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് VKL ഗ്രൂപ്പിന്റെ ചെയർമാൻ ഡോക്ടർ വർഗീസ് കുര്യൻ പറഞ്ഞു. ചടങ്ങിനോടനുബന്ധിച്ച് അംഗപരിമിതരായ 5 പേർക്ക് JVK മോട്ടോഴ്സിന്റെ സ്വന്തം ഉൽപ്പന്നങ്ങളിലൊന്നായ ആൽഫ എക്സൽ ഇലക്ട്രിക് മുച്ചക്ര വാഹനം നൽകി. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഗ്രീൻ മൊബിലിറ്റി പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം ഭാവിയിൽ കൂടുതൽ നിക്ഷേപം കേരളത്തിൽ നടത്താനും കമ്പനിക്ക് ലക്ഷ്യമുണ്ട്. ചടങ്ങിൽ ചലച്ചിത്രതാരം ബൈജു സന്തോഷും പങ്കെടുത്തു.
ജീവൻ ന്യൂസ്, കൊച്ചി. ഓക്സിജൻ ഇത് ഡിജിറ്റൽ എക്സ്പോർട്ട് ഇലക്ട്രോണിക്സ് ഓക്സിജൻ മഹാപ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള 5 പ്രതിഭകളെയാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. സാമൂഹ്യ സേവന മേഖലയിൽ നിന്ന് ദയാബായയും, കായിക മേഖലയിൽ നിന്ന് അഞ്ജു ബോബി ജോർജും, സാഹിത്യ മേഖലയിൽ നിന്ന് KR മീരയും, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ നിന്ന് ഡോക്ടർ സാബു തോമസും, സിനിമാ രംഗത്ത് നിന്ന് പ്രേംപ്രകാശും പുരസ്കാരങ്ങൾക്ക് അർഹരായി. കൊച്ചിയിലെ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഓക്സിജൻ മഹാപ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഓക്സിജൻ 1/4 നൂറ്റാണ്ട് കാലം പൂർത്തിയാക്കി. വളരെ ചെറിയ തോതിൽ തുടങ്ങി ഇന്ന് കേരളമാകെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ബിസിനസ് പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച യഥാർത്ഥത്തിൽ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നവർ പഠിക്കേണ്ട ഒന്നാണെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. ഇലക്ട്രോണിക്സ് വിപണന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ വേളയിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയുടെയും കേരള ജനത നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതിനുമാണ് മഹാപ്രതിഭാ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയതെന്ന് ഓക്സിജൻ ഗ്രൂപ്പ് CEO ഷിജോ കെ തോമസ് പറഞ്ഞു. ഞങ്ങൾ ഇങ്ങനൊരു അവാർഡ്, ഒരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചോടൻ തന്നെ ഒരു ജൂറി, ബഹുമാനപ്പെട്ട സിബി മലയിലിന്റെ നേതൃത്വത്തിൽ ജൂറിയെ തിരഞ്ഞെടുക്കുകയും അതുപോലെ ഒരു 3 ആളുകളും വളരെ ഈ ഓരോ മേഖലയിൽ അവരുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രഗത്ഭരായ ആളുകളാണ്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഈ അവാർഡ് കൊടുക്കുന്ന ചടങ്ങിലേക്ക് പെട്ടെന്ന് കടക്കാനുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. എന്റെ കടമയിലേക്ക് സംവിധായകൻ സിബി മലയിൽ, പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള, ഡോക്ടർ പോൾ മണലിൽ എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഓക്സിജൻ ഗ്രൂപ്പ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ജിബിൻ കെ തോമസ്, സാമൂഹിക രാഷ്ട്രീയ ബിസിനസ് രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, കൊച്ചി. കേക്ക് നിർമ്മാണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ബേക്ക് മിൽ ഫുഡ്സ് പ്രീമിയം ഗിഫ്റ്റ് ബോക്സ് വിഭാഗത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. വർഷത്തിലെ 12 മാസത്തെയും പ്രതിനിധീകരിക്കുന്ന 12 കേക്കുകൾ ഉൾപ്പെടുന്ന ഒരു ഗിഫ്റ്റ് ബോക്സാണ് ഇത്തവണ ബേക്ക് മിൽ ഫുഡ്സ് ഒരുക്കിയിരിക്കുന്നത്. കേക്ക് നിർമ്മാണ രംഗത്ത് 10 വർഷം പൂർത്തിയാക്കിയ ബേക്ക് മിൽ ഫുഡ്സ് വിപുലീകരണത്തിന്റെ ഭാഗമായാണ് പ്രീമിയം ഗിഫ്റ്റ് ബോക്സ് അവതരിപ്പിച്ചത്. ഗുണനിലവാരത്തിലും രുചിയിലും വിട്ടുവീഴ്ചയില്ലാതെയുള്ള സമീപനമാണ് കമ്പനിയെ ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. യൂറോപ്യൻ, അമേരിക്കൻ വിപണികളിലടക്കം ശക്തമായ സാന്നിധ്യമാണ് ബേക്ക് മിൽ ഫുഡ്സിനുള്ളത്. ഇന്ത്യയിലെ പ്രമുഖ റീറ്റെയിൽ ചെയിനുകൾക്ക് കേക്കുകൾ നിർമ്മിച്ചു നൽകുന്ന വിശ്വസനീയ ബ്രാൻഡുകളിൽ ഒന്നാണിത്. പ്രമുഖ എയർലൈൻ കമ്പനികളിലും ബേക്ക് മില്ലിന്റെ കേക്കുകൾ ലഭ്യമാണ്. ക്രിസ്മസ് സീസണിൽ പ്രീമിയം ഉൽപ്പന്നങ്ങളിലൂടെ വിപണിയിൽ ശക്തമായ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ബേക്ക് മിൽ ലക്ഷ്യമിടുന്നത്. ജീവൻ ന്യൂസ്, കൊച്ചി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസിയെ സമനിലയിൽ തളച്ച ന്യൂകാസിൽ യുണൈറ്റഡ്. 2 ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ന്യൂകാസിലിനായി നിക് വോൾട്ടാമയുടെ ഇരട്ട ഗോൾ നേടി. ചെൽസിക്കായി റീസ് ജെയിംസും ജാവോ പെഡ്രോയും ന്യൂകാസിലിന്റെ വലകുലുക്കി. മത്സരം തുടങ്ങി ആദ്യ 4 മിനിറ്റിൽ തന്നെ നിക് വോൾട്ടമേഡ ചെൽസിയുടെ വലകുലുക്കി. 2ാം പകുതിയിലാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ കൂടുതലായി കാണാൻ സാധിച്ചത്. 49ാം മിനിറ്റിൽ റീസ് ജെയിംസ് ന്യൂകാസിലിന്റെ വലകുലുക്കി ചെൽസിക്ക് പ്രതീക്ഷ നൽകി. പിന്നീട് 66ാം മിനിറ്റിൽ ജാവോ പെഡ്രോ കൂടി ഗോൾ നേടിയതോടെ ചെൽസി സമനില പിടിച്ചു. ഡിസംബർ 27-ന് ആസ്റ്റൺ വില്ലയ്ക്കെതിരെയാണ് ചെൽസിയുടെ മത്സരം. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നടൻ ശ്രീനിവാസൻ ഓർമ്മയായി സംസ്കാരം വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തി. മക്കളായ വിനീതും ധ്യാനും ചിതയ്ക്ക് തീ കൊളുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരത്തെ കളത്തിലിറങ്ങാൻ UDF. മണ്ഡലങ്ങളെ 3ആയി തിരിക്കും.
UDF യോഗം നാളെ. സീറ്റ് വിഭജനം ചർച്ചയാകും. വാളയാർ ആൾക്കൂട്ട കൊലപാതകം മർദ്ദനത്തിൽ സ്ത്രീകൾക്കും പങ്കെന്ന പോലീസ് നിഗമനം. പങ്കാളികളായത് 15ഓളം പേർ. 5 പേർ അറസ്റ്റിൽ. ഗാസ വെടിനിർത്തൽ രണ്ടാം ഘട്ടം. ഹമാസ് നേതൃത്വവുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ആശയവിനിമയം തുടങ്ങി. സുരക്ഷാ മേധാവികളുടെ അടിയന്തര യോഗം വിളിച്ച ഇസ്രായേൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചെൽസിയെ സമനിലയിൽ കുരുക്കി ന്യൂകാസിൽ യുണൈറ്റഡ്. നിക് വോൾട്ടോമേളയ്ക്ക് ഇരട്ട ഗോൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9160 ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.